പാട്ട് കേൾക്കുന്നുണ്ട? ഇങ്ങനെ എല്ലാ ദിവസവും കേട്ടിട്ടാണ് ഞാൻ എണീക്കാറുള്ളത്. എൻ്റെ അമ്മ എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ പാട്ട് വയ്ക്കും. ഇന്ന് തിങ്കളാഴ്ച രാവിലെ. ഇന്ന് കുറേ പേർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ദിവസമായിരിക്കും, കാരണം ഞായറാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പണിക്ക് പോകണം. പണിക്ക് പോകേണ്ടവർക്ക് പണിക്ക് പോകണം, പിള്ളേർക്ക് സ്കൂളിൽ പോകണം. സൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ രാവിലെ. ഇപ്പോൾ സമയം 6:30. ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഏതോ ഫോൺ വന്നപ്പോൾ വേഗം സൗണ്ട് കട്ടായിട്ടുണ്ട്. ഇതുപോലെ ഡെയിലി എൻ്റെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, എൻ്റെ അമ്മ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നേരത്തെ എണീറ്റാൽ മാത്രം ഉണ്ട് കാണാൻ വേണ്ടി പോയിട്ടുള്ളൂ. അപ്പോൾ എന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. എൻ്റെ അമ്മ ഇപ്പോൾ ഈ പാത്രം നോക്കിക്കൊണ്ട് പോകണണ്ട, ഇതെങ്ങോട്ട് സൗണ്ട് വെച്ചു. ഈ പാത്രം നോക്കിക്കൊണ്ട് എൻ്റെ അമ്മ ഇങ്ങോട്ടാണ് പോകുന്നറിയോ? കാണിച്ചു തരാം. ഇതാ ഇവർക്കുള്ള ഫുഡാണ് കേട്ടോ ഇത്. രാവിലെ കറക്റ്റ് 6:30 എന്നുണ്ടെങ്കിൽ ഇവരിവിടെ എല്ലാവരും നിരന്നെത്തിയിട്ടുണ്ടാവും. അമ്മ ഇവർക്കുള്ള ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. എല്ലാവർക്കും ഇട്ട് കൊടുത്തു. പക്ഷെ ഇന്ന് ഞാനുള്ളതുകൊണ്ട് ആൾക്കാർ അധികം വന്നിട്ടില്ല. അപ്പം അമ്മ പറഞ്ഞു, നീ നേരെ താഴത്തേക്ക് ഞാൻ ഈ ഷീറ്റിലിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കണ്ട, ഇതാണ് ഇത്ര കാക്കകളാണ്. ഇതൊക്കെ നേരത്തെ എണീറ്റാൽ മാത്രം കേട്ടോ കാണാൻ വേണ്ടി പറ്റുള്ളൂ. കർക്കിടവാവിനെ കാക്കകളില്ലെന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാവും? എല്ലാം എൻ്റെ അമ്മ രാവിലെ ഇവിടെ തീറ്റയും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ നിന്ന് കാക്കളുടെ ഒരു ഇത് കഴിഞ്ഞ് അടുത്ത് നേരെ താഴത്ത് പോയതാ ഇവള്. അവർക്ക് കറക്റ്റ് ടൈം അറിയാകുമ്പോൾ മേലെ പോയി കഴിഞ്ഞ് താഴത്തെ അവർക്ക് ബാക്കിയുള്ള സാധനം കൊണ്ടിടുന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാതെ അമ്മനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇനി ഉള്ളിൽ വേറെ ആൾക്കാരുണ്ട്. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതാ ഇവർ അമ്മനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവർക്കുള്ളതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് രാവിലത്തെ അമ്മൻ്റെ ഇവരുമായിട്ടുള്ള ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വരാം. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. അതൊരു 8-8:30 വരെ അത് നോൺ സ്റ്റോപ്പായി പാടിയിട്ടേയിരിക്കും. അപ്പോൾ വേഗം പോയി ചായ കുടിച്ചിട്ട് വരാം. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അമ്മ രാവിലെ ഈ കാക്കകൾക്കും പൂച്ചകൾക്കും കൊടുക്കണില്ല, അതായത് പാട്ടൊക്കെ ചുമത്തില്ല. അതിന് മുമ്പ് തന്നെ അമ്മയുടെ ഒരു ചായ കുടി കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ആൾ പോയി കുളിച്ചിട്ടൊക്കെ വന്നതല്ല, എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല. ഈ ചായ കുടിക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അച്ഛനറിയുന്ന ഉണ്ടാവില്ലല്ലോ. ഞാനും അമ്മയും മാത്രമേ ഇരിക്കും രാവിലെ ചായ കുടിക്കുന്നുണ്ടാവുക. അപ്പോൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. രാത്രി സ്വപ്നങ്ങൾ തൊട്ടിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള സമയമാണത്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ എന്തൊക്കെയാണെങ്കിലും ഒരു 9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാ പണിയും തീർക്കണം. ബിക്കോസ് ചേച്ചിമാർ വരുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ പണിയും തീർക്കണം. അമ്മൻ്റെ കഴിഞ്ഞിട്ടില്ല, കുളി കഴിഞ്ഞു, ഇനി ഓരോന്ന് തുടങ്ങും. അതുപോലെ ഞാനും തുടങ്ങും. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഈ മുടി ഒന്ന് വെട്ടണം. ഒരു പ്രാവശ്യം വെട്ടിയതിൻ്റെ ക്ഷീണം ഇനി മാറിയിട്ടില്ല എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഒരു വർഷത്തിന് മുമ്പ് ഒരു സമ്മതം തന്നായിരുന്നു മുടി വെട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ചായയൊക്കെ കുടിച്ചിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ പണികളൊക്കെ വേഗം പോയി തീർക്കട്ടെ. കാരണം 9 മണിയാകുമ്പോഴേക്കും തീർക്കണം. 9 മണിക്ക് എന്താ ചേച്ചിമാർ വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഞാൻ അവരുമായിട്ട് വരാം. കുറച്ച് ചേച്ചിമാർ നമ്മളോട് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. അങ്ങനെ ചേച്ചിമാരെത്തിയിട്ട് ഇത് അവരവരുടെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നാളേക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ ഇന്ന് പാക്ക് ചെയ്ത് വെക്കുള്ളൂ. പിന്നെ ഇത് വാങ്ങി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാണ് ഏതൊക്കെ അച്ചാറുണ്ട് എന്നുള്ളത്. ഇത് അതിൻ്റെയൊക്കെ ഒരു സാമ്പിളാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചാൽ ഇത് മുറിച്ച മാങ്ങ. നമ്മൾ ഈ വലിയ മാങ്ങനെ ഒന്ന് പീസാക്കിയിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നില്ല, അതിൻ്റെയാണ് ഈ ഒരു കുഞ്ഞ് മുറിച്ച മാങ്ങ. ഇത് ഉപ്പ് മാങ്ങ പറയും. ഇത് നെല്ലിക്ക, ഇത് വെളുത്തുള്ളി, നാരങ്ങ, സെയിം ഉപ്പ് മാങ്ങ, ഇത് മുളകച്ചാർ. പിന്നെ ഇതിന് പുറമെ മിക്സഡ് ഉണ്ട്. അങ്ങനെ കുറച്ച് 2-3 ഉപ്പ് നെല്ലിക്ക, അങ്ങനെ കുറച്ച് കണ്ണിമാങ്ങയൊക്കെ ആയിട്ടുള്ള കുറച്ച് അച്ചാറുണ്ട്. അത് ഇതിൽ മിസ്സിങ് ആണ്, കാരണം ഇന്ന് ഇത് പിന്നുള്ളത് ഈ ചാക്കലിൽ ഇത് പീസാണ് കേട്ടോ, ചെറിയ പീസാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. വേറെ ആൾക്കാർ അവരുടെ ലേബലിൽ ഇട്ടിട്ട് വിൽക്കുകയാണ് ചെയ്യുക, അവരുടെ ബ്രാൻഡാക്കിയിട്ട് വിൽക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ അവിടെ നിന്ന് സാധനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ കുഞ്ഞു പീസൊക്കെ ആ രീതിക്ക് പോവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ചേച്ചിമാർ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് 5 മണിയപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവർ രാവിലെ വന്നിട്ട് വൈകുന്നേരത്തെ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു നിശബ്ദതയായിരിക്കും. നമ്മൾ ഈ വീട്ടിലൊക്കെ കുറേ ആൾക്കാരുണ്ടായിട്ട് പെട്ടെന്ന് ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ലേ, അതായിരിക്കും കുറച്ച്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ.